ഇന്നലെ ജാസ്മിനെ തേച്ചൊട്ടിച്ച അഭിഷേകിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. എന്നാലും കാര്യത്തിലോട്ട് കിടക്കാം. ഇന്നലെ നമ്മുടെ റാങ്കിങ് ടാസ്കില് അഭിഷേകിനെയാണ് ഒന്നാം സ്ഥാനം കിട്ടിയത്. അത് മെജോറിറ്റി വോട്ട് പ്രകാരമാണ് ഒന്നാം സ്ഥാനം അഭിഷേകിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അഭിഷേക് സത്യം പറഞ്ഞാൽ ഒന്നാം സ്ഥാനം കിട്ടാനുള്ള എബിലിറ്റി ഉള്ള ഒരാളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്ലെയർ അല്ല. എന്നാൽ പോലും അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ജാസ്മിൻ പറയാൻ വന്നത് നമ്മുടെ അഭിഷേകിന്റെ അടുത്ത്. അഭിഷേക്, നിങ്ങൾ നല്ലൊരു ഡിസൈവിംഗ് ആയ പ്ലെയർ തന്നെയാണ്. ഈ സമയത്ത് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒന്നാം സ്ഥാനം നിങ്ങൾക്ക് കിട്ടാൻ ഡിസേർവിംഗ് അല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അഭിഷേകിന് നല്ല രീതിയിൽ ട്രിഗർ ആയി തന്നെ പറയാം. അഭിഷേക് പിന്നെ പൊട്ടത്തരങ്ങളിൽ മേൽ പൊട്ടത്തരം ചെയ്യുന്ന ഏതോ 10ാം സ്ഥാനം ലഭിച്ചിട്ടുള്ള നീയൊക്കെ വന്ന് എന്നെ അഡ്വൈസ് ചെയ്യണ്ട എന്ന മട്ടിൽ തന്നെ നല്ല രീതിയിൽ വെടിക്കെട്ടായിട്ട് അടിച്ചമർത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന അഭിഷേകിനെയായിരുന്നു നമുക്ക് ലൈവിൽ കാണാൻ സാധിച്ചത്. ജാസ്മിനാണെങ്കിൽ സത്യം പറഞ്ഞാൽ തേഞ്ഞൊട്ടിന്ന് തന്നെ പറയാം. ഫുൾ ടൈം മോയെ 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 ആ പാട്ടിട്ടോണ്ടേയിരിക്കണം 3 മിനിറ്റ്. അത്രയ്ക്ക് രീതിയിൽ അടിച്ചമർത്തലാണ്. എന്നാലും ജാസ്മിൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ്ട് അത് ഫേസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോ അഭിഷേക് പറയുന്ന എല്ലാ കാര്യങ്ങളും ജാസ്മിൻ കേട്ട് ജാസ്മിൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നീ പറയണൊക്കെ ഞാൻ കേട്ടില്ലേ, ഞാൻ പറഞ്ഞ നീ ഒന്ന് കേൾക്കും, നീ വേണമെങ്കിൽ പറഞ്ഞോ, നീ പറയണ ഞാൻ ചിലപ്പോ കേൾക്കും, അതൊക്കെ എന്റെ ഇഷ്ടം, നീ വേണമെങ്കിൽ പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെയും ജാസ്മിൻ പറയാണ്, അഭിഷേക് നീ ഡിസേർവിംഗ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതായത് ഇപ്പോ നീ കളിച്ചോണ്ടിരിക്കുന്ന ഈ ഗെയിമിൽ നീ ഒട്ടും ഡിസേർവിംഗ് അല്ല ഇപ്പൊ ഒന്നാം സ്ഥാനം ലഭിക്കാൻ എന്ന് വീണ്ടും പറഞ്ഞപ്പോൾ അഭിഷേക് പറയുന്ന കാര്യം, നിന്റെ പാരന്റ്സ് അയ്യോ അതിനെ കുറിച്ച് പറയണ്ട, ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് ജാസ്മിൻ എന്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അഭിഷേക് പറയുന്ന ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ അവിടെ തെന്നി മാറുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭിഷേകിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജാസ്മിന്റെ പാരന്റ്സ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറി വന്നപ്പോ തന്നെ പുറത്ത് ഗബ്രിയുമായിട്ടുള്ള ഈ പരിപാടികൾ ഭയങ്കര മോശമായിട്ടാണ് പുറത്ത് പോയിട്ടുള്ളതെന്ന് ബിഗ് ബോസ് അംഗങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാസ്മിന് നല്ല രീതിയിലുള്ള ബാഡ് ഇമേജ് ആണ് പുറത്ത് ഉണ്ടായിട്ടുള്ളതെന്നും എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ കൂടെ കൂട്ടുകൂടാൻ തന്നെ പലവരും റെഡി പോലും അല്ല. പക്ഷെ ഇന്നലെ അഭിഷേക് നല്ല രീതിയിൽ വെടിക്കെട്ടായിട്ട് അടിച്ചമർത്തിയിട്ടുണ്ട്. അഭിഷേകയുടെ വർത്തമാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ബിഗ് ബോസ് അംഗങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന്. ഈ ബിഗ് ബോസ് വീട്ടിൽ പ്രശ്നങ്ങളിൽ മേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്ന് ഒരു വിവരമില്ലാണ്ട് സംസാരിച്ച് അടി ഉണ്ടാക്കുന്ന വ്യക്തി പറയുന്ന അഡ്വൈസ് എനിക്ക് എടുക്കണ്ട എന്ന് പറഞ്ഞ് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അടിച്ചമർത്തി വിടുന്നുണ്ട്. കുറച്ചേരൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് നോക്കി, എന്നിട്ട് എണീറ്റ് പോകുന്ന ജാസ്മിനെ നമുക്ക് ലൈവിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയണമെന്ന് ഭയങ്കര രീതിയിൽ ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. ഈ പ്രശ്നത്തെ കുറിച്ചും എല്ലാ കാര്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് ഈ ചാനലിന്റെ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക, പിന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതുപോലത്തെ കിടുക്കാച്ചി വീഡിയോ കാണാൻ വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.